അധികൃതരുടെ അനാസ്ഥയുടെ ഇരയാണ് മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണു മരിച്ച ബിന്ദു. തകർന്ന കെട്ടിടത്തിൽ തെരച്ചിൽ നടത്താൻ മണിക്കൂറുകൾ വൈകിയതാണ് മരണകാരണമെന്നാണ് ആക്ഷേപം. ആളില്ലാ കെട്ടിടമാണെന്ന മന്ത്രിമാരുടെ പ്രസ്താവനയും രക്ഷാപ്രവർത്തനത്തിലെ മെല്ലെപ്പോക്കിന് കാരണമായി. അപകടം നടന്ന് 2 മണിക്കൂറോളം കഴിഞ്ഞാണ് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടേക്ക് വന്നത്. ആശുപത്രി സൂപ്രണ്ടിന്റെയും 2 മന്ത്രിമാരുടെയും പ്രതികരണങ്ങളാണ് ഈ വൈകലിന് കാരണം. രാവിലെ 11:22 സ്ഥലത്തെത്തിയ ഇവർ ആളില്ലാ കെട്ടിടമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. നമ്മൾ അടച്ചിട്ടിരുന്ന താഴത്തെ ടോയ്ലറ്റിന്റെ ഭാഗമാണ്. ഇത് ക്ലോസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇത് തന്നെ കുറെ കാലമായിട്ട് ഉപയോഗിക്കാതെ അടച്ചിട്ടിരുന്നൊരു സാധനം. ആ മുറിക്കകത്ത് കയറുക അവര്. ഏറ്റവും മുകളിലത്തെ നിലയായതുകൊണ്ട് പ്രോബ്ലം ഇല്ലാന്നുള്ളത്. പക്ഷേ ഇത് മൊത്തമായിട്ട് മാറ്റാനുള്ള എല്ലാ പ്രൊജക്ടുകളും ഇത് കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. അധികം താമസിയാതെ തന്നെ മാറ്റുന്നു. തുടർന്ന് ഈ ഭാഗത്ത് സാധാരണ പരിശോധന പോലും നടന്നില്ല. പക്ഷേ 11:45 ട്രോമ കെയർ വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന നവമിയുടെ പരാതി വന്നതോടെ കാര്യങ്ങൾ മാറി. കുളിക്കാൻ പോയ നവമിയുടെ അമ്മ ബിന്ദു വാർഡിൽ തിരിച്ചെത്തിയിട്ടില്ലായിരുന്നു. തുടർന്നാണ് മണ്ണുമാന്തി യന്ത്രങ്ങൾക്കായുള്ള ശ്രമം തുടങ്ങിയത്. 12:30 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടേക്കെത്തി. ഇതിനായി ചില മതിലുകൾ പൊളിക്കേണ്ടിയും വന്നു. 1 മണിയോടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ബിന്ദുവിനെ കണ്ടെത്തി. ഉടൻ അത്യാഹിത വിഭാഗത്തിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഞാൻ ഗിരിനഗർ പോലീസ് സ്റ്റേഷനിൽ പനമ്പള്ളി നഗറിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് അവർ അന്വേഷിക്കുന്നത്. അത്ര നേരം അവർ അന്വേഷിച്ചിട്ടില്ല. ഞാൻ പോലീസുകാരെ ന്യൂസ് ചാനലിൽ വിളിച്ചു പറഞ്ഞു. ഞാൻ അറിയിച്ചത് പോലും പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്നാ. നേരത്തെ സ്ഥലത്തെത്തിയ ചാണ്ടിയുമ്മൻ MLA അടക്കമുള്ളവർ തെരച്ചിൽ നടത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ അനങ്ങിയിരുന്നില്ല. രക്ഷാപ്രവർത്തനം വൈകിയതിൽ വലിയ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. മീഡിയ 1 കോട്ടയം.